എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ 4th ഡേയും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു, ഡോക്ടർ കുറച്ച് മെലിഞ്ഞോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മൾ എടുക്കുന്ന ഈ എഫേർട്ടിനൊക്കെയുള്ള ഒരു നല്ലൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു ചോദ്യത്തെ തോന്നിയത്. സാധാരണ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് അറിവുള്ള ആളുകൾ പറഞ്ഞു തരുന്നൊരു കാര്യമാണ് നിങ്ങൾ ഡെയിലി പോയിട്ട് വെയിറ്റ് നോക്കാൻ നിൽക്കരുതെന്ന്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ നല്ല രീതിയിൽ മാറ്റം വരും, ഒരു മെലിവുള്ളതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ നമ്മൾ വെയിങ് മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റിൽ യാതൊരു മാറ്റവും കാണില്ല. അത് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ നല്ല രീതിയിൽ ഒരു ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കാരണമാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഡെയിലി വെയിറ്റ് നോക്കരുത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വെയിറ്റ് കുറയാത്തത് കാണുമ്പോൾ നിങ്ങൾ കരുതും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു വെയിറ്റ് പോലും കുറഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, ഈ രീതിയിൽ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വെയിറ്റ് കുറയില്ല. ഇങ്ങനെ പല പല ചിന്തകൾ നിങ്ങളെ ഈ ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ വെയിറ്റ് നോക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചകളിലും, അതായത് ഒരാഴ്ചയുടെ തുടക്കം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ആഴ്ചയുടെ അവസാനം മാത്രമാണ് നമ്മൾ വെയിറ്റ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു കോൺഫിഡൻസ് വരും, എന്തായാലും വെയിറ്റ് കുറയും. പക്ഷെ അത് എത്ര എന്നുള്ളത് നമ്മൾ ഡേ ബൈ ഡേ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റവും വരില്ല. പക്ഷെ ഒരു വീക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ടൊരു 1-2 കിലോ വെയിറ്റ് കുറയുന്നുണ്ടാവും. അതുകൊണ്ട് വെയിറ്റ് എത്ര കുറയും എന്ന് നിങ്ങൾ ഒരാശങ്കയും പെടണ്ട. പകരം കറക്റ്റായിട്ടുള്ള എക്സസൈസ്, ഡയറ്റ് ഇതുമായിട്ട് മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോവാം. ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുന്ന സമയത്ത് പലർക്കും ഉള്ള ഡൗട്ടാണ്, ഇത്രയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറുമോ എന്നുള്ളത്. സോ ഇന്നത്തെ ടിപ്പ്, ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാലും നമുക്ക് വിശക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഓരോ തവണ ഭക്ഷണം വായിൽ വെക്കുന്ന സമയത്തും ഏകദേശം 21 തവണ ഭക്ഷണം നന്നായിട്ട് ചവച്ച ശേഷം മാത്രം ഇറക്കാനായിട്ട് നോക്കുക. കേൾക്കുമ്പോൾ വളരെ പ്രയാസമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അതുമാത്രമല്ല, നമ്മൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ശരീരഭാരം കൂടാതിരിക്കാനും അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും ഈ ഒരു കാര്യം നിങ്ങളെ സഹായിക്കും. അതുമാത്രമല്ല, ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റ്സും ഇതിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത് വായിലിട്ടിട്ട് പലതവണയായിട്ട് ചവയ്ക്കുന്ന സമയത്ത് നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുകയും ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിൽ ദഹനരസങ്ങൾക്ക് ആക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അതേപോലെ കൂടുതൽ സമയം ഇത് നമ്മളെ വായിൽ വെക്കുന്ന സമയത്ത് സലൈവ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിലുള്ള സലൈവറി അമിലേസ്, ലിപ്പേസ് പോലെയുള്ള എൻസൈമുകൾ നമ്മൾ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ് ഇവയുടെയൊക്കെ ദഹനം നമ്മുടെ വായിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ നന്നായിട്ട് ചവച്ചരച്ച ഭക്ഷണം നമ്മുടെ ആമാശയത്തിലും കുടലിലൊക്കെ എത്തുമ്പോൾ അവിടെയുള്ള ഡൈജഷൻ നല്ല രീതിയിൽ നടക്കാനും ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും സഹായിക്കുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ ചവച്ചരയ്ക്കുന്നത് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിള്, മറ്റ് വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് നല്ല രീതിയിൽ സാലഡുകൾ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് മിക്ക ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ, ബ്ലോട്ടിങ്, അസിഡിറ്റി, ഇതുപോലെ ദഹന പ്രശ്നങ്ങൾ, ഇതൊക്കെ മിക്ക ആളുകൾക്കും ഉണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. നമ്മൾ 21 പ്രാവശ്യം നല്ല രീതിയിൽ ചവച്ചരയ്ക്കുമ്പോൾ തന്നെ ഡൈജഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് നടക്കും. അതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചവച്ചരയ്ക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും സ്മെല്ലും അതുപോലെ ഒരു ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാനും അതുവഴി നല്ലൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാനും ഇത് സഹായിക്കും. സിമ്പിളാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഇത് കഴിവതും നമ്മൾ ശീലിക്കാനായിട്ട് നോക്കുക. തുടക്കത്തിൽ നമുക്ക് ഈ 21 തവണയൊന്നും ചവച്ചരയ്ക്കാൻ സാധിക്കില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചവച്ചരയ്ക്കുക. അതിനുശേഷം ഈ ഒരു 21 എന്നുള്ള നമ്പറിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇത് ശീലമാക്കാൻ കൂടി നോക്കുക. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, പതിവ് പോലെ തന്നെ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പേ നേരെ പോയിട്ട് 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. ഏകദേശം 600 ml, 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 600 ml ചെറു ചൂടുവെള്ളം കുടിച്ചു. അതിനുശേഷം ഒരു 1 hour ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ എക്സസൈസ് ചെയ്തു. 30 മിനിറ്റ് എക്സസൈസ് ചെയ്തു. സൂംബയാണ് ചെയ്തത്. പിന്നീട് ഒരു 10 o'clock ആയി. ഇന്ന് കുറച്ച് ലേറ്റായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചത് 2 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ്. ഇന്ന് കോളേജിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ലഞ്ച് അവിടെ നിന്നാണ് കഴിച്ചത്. കുറച്ച് ഗീ റൈസും ചിക്കനും സാലഡുമാണ് കഴിച്ചത്.
വൈകിട്ട് സ്നാക്സിന് കഴിച്ചത് കുറച്ച് വെള്ളക്കടലയും കട്ടൻ ചായയുമാണ്. വൈകിട്ട് വീണ്ടും 30 മിനിറ്റ് സൂംബ ചെയ്തു. ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് ഡിന്നറിന് ഒരു മീഡിയം സൈസുള്ള ഏത്തപ്പഴമാണ് കഴിച്ചത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും പറയാണ്, എക്സസൈസും ഡയറ്റും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എൻ്റെ കൂടെ കൂടുക. നമുക്ക് ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. നമസ്കാരം.